ഹായ്, ഗുഡ് ഈവനിങ്. അപ്പം നമുക്ക് ഇന്നത്തെ ട്രേഡ്സ് നോക്കാം. ഇന്നും ആക്ച്വലി അത്യാവശ്യം നല്ല രീതിയിലൊരു ബിയറിഷ് മാർക്കറ്റ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഇന്ന് മൂവ് ചെയ്തത് 800 പോയിന്റ്സ് ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി ഞാൻ 3 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് കിട്ടിയത്. ബാക്കി 2 ട്രേഡും ടാർഗറ്റ് ആണ് ഹിറ്റ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് ആക്ച്വലി 1 മിനിറ്റിന്റെ ബേസിൽ ഞാനൊരു സ്കാൽപ്പ് പോലെ ചെയ്തതാണ്. അത് നമുക്ക് എസ് എൽ ഹിറ്റ് ചെയ്തു. അതായത് ഞാൻ 1 മിനിറ്റിൽ ഇട്ട് കാണിച്ചു തരാം. ഇതായിരുന്നു ഫസ്റ്റ് ട്രേഡ്. ഒരു സ്മോൾ എസ് എൽ വെച്ചിട്ടാണ് എൻ്റർ ചെയ്തത്. നമുക്ക് എസ് എൽ കിട്ടി. ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെയാണ് അത് എൻ്റർ ചെയ്തത്. അടുത്ത ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രേഡാണ്. 10:30 ക്യാൻഡിലാണ് നമ്മൾ എൻ്റർ ചെയ്തത്. ഞാൻ ലോവർ ടൈം ഫ്രെയിം നോക്കിയിട്ടാണ് എൻ്റർ ചെയ്തത്. ടാർഗറ്റ് നമ്മൾ ഈ ഒരു ഏരിയയിലാണ് വെച്ചത്. അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10:30 ക്യാൻഡിൽ എൻ്റർ ചെയ്തു. ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് 9:30 ക്യാൻഡിൽ എൻ്റർ ചെയ്തു. ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് 10:25 ക്യാൻഡിലാണ്. ദെൻ അടുത്തൊരു ട്രേഡ് എന്ന് പറഞ്ഞാൽ അതും ഞാൻ ലോ ടൈം ഫ്രെയിം നോക്കിയിട്ടാണ് 10:35 എൻ്റർ ചെയ്തു. ടാർഗറ്റ് ഈ ഒരു ലോ ആയിരുന്നു വെച്ചത്. അതായത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ലൈനായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഏരിയ ഇവിടെ അത് 10:40 ആവുന്ന സമയത്ത് തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. പിന്നെ വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഓർഡർ ബുക്ക് കാണിച്ചു തരാം. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ്. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ട്രേഡ്. 51,100 പി ആണ് എൻ്റർ ചെയ്തത്. 9:18 എൻ്റർ ചെയ്തു. 9:21 തന്നെ എസ് എൽ ഹിറ്റ് ചെയ്തു. അത് ഫസ്റ്റ് ഞാൻ കാണിച്ച ട്രേഡ്. പിന്നെ സെക്കൻഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ 9:36 എൻ്റർ ചെയ്തത്. 10:21 ആ ഒരു ക്യാൻഡിലാണ് എക്സിറ്റ് ചെയ്തത് ഈ ഒരു ട്രേഡ്. അതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 272 പോയിന്റ് ഇൻഡെക്സിൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്യാച്ച് ചെയ്തു. പിന്നെ അടുത്ത ട്രേഡ് എന്ന് പറഞ്ഞാൽ 10:32 എൻ്റർ ചെയ്തു. 10:43 എക്സിറ്റ് ചെയ്തു ഈ ഒരു ട്രേഡ്. ഈ ട്രേഡ് എല്ലാം ഞാൻ ലോ ടൈം ഫ്രെയിം നോക്കിയിട്ടാണ് എൻ്റർ ചെയ്തത്. ഇതും നിയർലി ഒരു 150-200 പോയിന്റ്സ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. പ്രീമിയത്തിൽ അത്ര ക്യാച്ച് ചെയ്തിട്ടില്ല. നിയർലി ഒരു 4K എബോ നമുക്ക് ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പി എൻ എൽ കാണിച്ചു തരാം. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ്. 4,200 സംതിങ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓവറോൾ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഹയർ ടൈം ഫ്രെയിമിൽ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. ഞാൻ ഈ സോൺസ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സെല്ലിംഗ് കാണിച്ച് നിൽക്കുകയാണ്. നാളെ മേ ബി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ സ്ലൈറ്റ് ഗ്യാപ്പ് ഇതിനെപ്പോ പോകാൻ ചാൻസ് വളരെ കുറവാണ്. 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ. ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. ഇന്ന് ആക്ച്വലി ആഫ്റ്റർനൂൺ എനിക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് സെല്ലിംഗ് കാണിക്കുന്ന സമയത്ത് നമുക്ക് എൻ്റർ ചെയ്യായിരുന്നു. പക്ഷെ അത് പിക്ക് ചെയ്തിട്ടില്ല. നമുക്ക് 50 മിനിറ്റ്സിൽ സോൺസ് മാർക്ക് ചെയ്യാം. സോൺ ആക്ച്വലി റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ആ ഒരു റേഞ്ചിനകത്ത് തന്നെയാണ് മാർക്കറ്റ് ഇന്നലത്തെ സെയിം റേഞ്ചിനകത്ത് തന്നെയാണ് മാർക്കറ്റ് ഇന്നും ട്രേഡ് ചെയ്തത്. സോൺസ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സോൺ ഇവിടെ കൺസിഡർ ചെയ്യാം. ദെൻ അടുത്തൊരു സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെല്ലിംഗ്. ഇത് നമുക്ക് പ്രീവിയസ് ഡാറ്റയും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് ഇവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ആക്യുറേറ്റ് ആണോ അല്ലേ എന്നുള്ളത്. ഈ ഒരു രീതിയിലൊരു സെല്ലിംഗ് മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സോൺ കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഇടയിൽ മൈനർ സോൺസ് ആയിട്ട് ഉണ്ട്, നമുക്ക് നോക്കാം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര വലിയ ഒരു വൈഡ് സോണിന്റെ ആവശ്യമില്ല ഈ ഒരു റേഞ്ച് മണി. ഓക്കെ, നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ട്രേഡ്സിന്റെ ഡീറ്റെയിൽസ്. നിയർലി 300 പോയിന്റ്സ് സംതിങ് നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ട്രേഡ്. താങ്ക് യു.